തലകോതും ഇളങ്കാത്ത് സെതിക്കൊണ്ടുവരും മതമാകും വ്യതയെല്ലാം ഭാഷ ചൊല്ലി തരും. கலங்காத கலங்காத நீயும் நெஞ்சுக்குள்ள இருளாத விடியாத நாளும் இங்க இல்லை. തലകോതും ഇളങ്കാത്ത് സെതിക്കൊണ്ടു വരും മതമാകും വ്യതയെല്ലാം ഭാഷ ചൊല്ലി തരും. கலங்காத கலங்காத நீயும் நெஞ்சுக்குள்ள இருளாத விடியாத நாளும் இங்க இல்ல. ரொம்ப பக்கம் தான் நெஜல் நிக்குதே நிக்குதே. ரொம்ப பக்கம் தான் நெஜல் நிக்குதே நிக்குதே. உன்னை நம்பி நீ முன பாகையிலே பாதம் உண்டாகும் நிக்காம മുന്നേറ് കണ്ണോരം. ശരിക്കും ഈ സോങ് ഞാൻ അധികം അങ്ങനെ കേട്ടിട്ടില്ല കേട്ടോ. മോൻ പാടി തന്നെയാണ് ശരിക്കും ഞാൻ കേൾക്കുന്നത് കേട്ടോ. വലിയ സന്തോഷം. എൻ്റെ മോൻ ഒരുപാട് ഞാൻ ഇവിടെ വന്ന് കയറിപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി സമ്മാനങ്ങളൊക്കെ ഞാൻ കിട്ടിയിട്ടില്ല അല്ലേ. ഒത്തിരി പ്രോത്സാഹന സമ്മാനങ്ങളും അല്ലാതുള്ള അംഗീകാരങ്ങളും കിട്ടിയിട്ടുണ്ടല്ലോ. അതൊക്കെ മോൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലേ. അതൊക്കെ നമുക്ക് പ്രേക്ഷകർക്കായിട്ട് കാണിക്കണ്ടേ. മ്യൂസിക് ആൽബം ഒക്കെ ചെയ്തിട്ടില്ലേ? അതെങ്ങനെയുണ്ടായിരുന്നു ആ ഒരു അനുഭവമൊക്കെ? ഏതൊക്കെ പാട്ട്? ഡിവോഷണൽ സോങ് ആണോ പാടിയത്? പാടിയത് അത് എങ്ങനെയുണ്ടായിരുന്നു? ഞാനും എൻ്റെ ഒരു വർക്കിൽ മോനെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു? മോന് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ? ഇഷ്ടമായിരുന്നു. അതിൽ ഏറ്റവും അങ്ങനെ ഒരു മ്യൂസിക് ആൽബം ചെയ്തതിൽ മോന് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു പാട്ട് ഏതായിരുന്നു? മോൻ നല്ല റിലാക്സ്ഡ് ആയിട്ട് പറഞ്ഞു കേട്ടോ. മോൻ നല്ല ഡിവോഷണൽ സോങ്. അത് ഏത് ഡിവോഷണൽ സോങ്? കാനനവാസ കലിയുഗ വരദ കാനനവാസ കലിയുഗ വരദ കാൽ തളിരീണ കൈ തോഴുന്നേൻ നിൻ കാൽ തളിരീണ കൈ തോഴുന്നേ നിൻ കേശാദിപാദം തോഴുന്നേ. കാനനവാസ കലിയുഗ വരദ കാനനവാസ കലിയുഗ വരദ കാൽ തളിരീണ കൈ തോഴുന്നേ നിൻ. നന്നായിട്ടുണ്ടോ കേട്ടോ? നല്ല രസമുണ്ട്. ഭഗവാനെ കുറിച്ച് പാടുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷം. ഏത് പാട്ട് മോൻ്റെ ശബ്ദം അത് മനോഹരം തന്നെയാണ് കേട്ടോ. പിന്നെ സ്വാതി ഇരുന്നാൾ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ഒത്തിരി ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ടീച്ചേഴ്സൊക്കെ എങ്ങനെ? ഭയങ്കര നല്ല പാട്ടൊക്കെ പാടിക്കും. പിന്നെ നല്ല സ്നേഹം അല്ലേ? സ്നേഹമുണ്ട്. ശരിക്കും ആ കോളേജ് ജീവിതമൊക്കെ മോൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ചു അല്ലേ? ഇഷ്ടമായിരുന്നു അല്ലേ? ഇനി നമുക്ക് മോനെ കുറിച്ച് അറിയേണ്ടതായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മോനിലേക്ക് ചോദിക്കണമെന്നുണ്ട്. മോൻ എന്തോ ഒരു ആഗ്രഹം ഉണ്ടെന്ന് വന്ന് കയറിയപ്പോൾ പറഞ്ഞു. എന്താണ് ആഗ്രഹം? ചിത്രാമ്മയോടൊപ്പം പാടുന്നതാണ്. പഠിച്ചോണ്ടിരിക്കുകയാണല്ലേ? ചിത്രാമ്മയുടെ ഇപ്പോൾ ഓൺലൈനിലായാലും 4 വരിയെങ്കിലും പാടിയല്ലോ. അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. എന്തായാലും ചിത്രാമ്മ ഇത് കേൾക്കാൻ ഇടവരട്ടെ. നമുക്ക് സർവേശ്വരനോട് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഏതെങ്കിലും ഒരു വേദിയിലോ എവിടെയെങ്കിലും ഒരു സിനിമയിലോ ഒക്കെ ചിലപ്പോൾ ചിത്രാമ്മയോടൊപ്പം പാടാൻ സർവേശ്വരൻ സഹായിക്കട്ടെ. അതിനു വേണ്ടി മോൻ പരിശ്രമിക്കുക. നമുക്ക് ഏതൊരു ലക്ഷ്യമുണ്ടെങ്കിലും നമ്മൾ അതിൽ എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ചിത്രാമ്മ ചിലപ്പോൾ നമുക്ക് ഭഗവാൻ ചിലപ്പോൾ കൊണ്ടെത്തിക്കാതെ ഇരിക്കില്ല. ഇപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ ഒന്നും ചിലപ്പോൾ മാം കാണണമെന്നില്ല. എന്നാലും ആരെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഭഗവാൻ ഒന്ന് സഹായിച്ചാൽ മോന് ചിത്രമാരുടെ പാടാൻ കഴിയട്ടെ. ഞാനും പ്രാർത്ഥിക്കും.
ശരിക്കും മനസ്സ് നിറഞ്ഞു തന്നെയാണ് മോനത് പറഞ്ഞത്. ഞാൻ മനസ്സ് നിറഞ്ഞു തന്നെ പ്രാർത്ഥിക്കും. അത് എൻ്റെ നല്ലവരായ എല്ലാ പ്രേക്ഷകരും, ഓരോ അമ്മമാരും, ഓരോ മാതാപിതാക്കളും ഈ മോൻകുട്ടൻ്റെ ഈ ആഗ്രഹം നടക്കണം എന്നുള്ളത് ഒരു സെക്കൻഡെങ്കിലും മനസ്സിൽ വിചാരിക്കണം കേട്ടോ. അങ്ങനെ ഒരു മോൻകുട്ടനാണ് അവൻ. അത് ഞാൻ മുന്നിൽ അമ്മയെ കൊണ്ട് തന്നെ പറയിക്കാം. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ചിത്രാമ്മയുടെ കൂടെ പാടാൻ നമുക്ക് അറിവ് കിട്ടണം. എന്നിട്ട് പാട്ടിൻ്റെ ഈ കഴിവ് ചിലതൊക്കെ ശരിയായിട്ട് കഴിവൊക്കെ ശരിയാക്കണം. എന്നിട്ട് പാടാൻ നമ്മൾ കുറേ സ്റ്റാർ സിംഗറിലോ ഇടയ്ക്ക് വരികളൊക്കെ അങ്ങനെയൊന്ന് ശരിയാക്കണം. ഇപ്പൊ ശരത്തേട്ടൻ പറഞ്ഞു. എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് പറയാനുണ്ടോ? എല്ലാവർക്കും എന്നോട് കച്ചേരിയിലേക്ക് എല്ലാവരും വിളിക്കണം. പിന്നെ എൻ്റെ ശരിയായിട്ട് തന്നെ പറഞ്ഞതെന്ന് പറയണം. പിന്നെ നന്നായിട്ട് ഗാനമേളയൊക്കെ അവതരിപ്പിക്കാൻ പറ്റണം. പിന്നെ വലിയ സ്റ്റേജ് വെച്ച് നല്ല അവതരിപ്പിക്കാൻ പറ്റണം. പിന്നെ സ്റ്റാർ സിംഗറിൽ അത് പിന്നെ അത് കഴിഞ്ഞിട്ട് കുഴപ്പനും കുന്നിൽ ഒരു പ്രോഗ്രാം നടത്താൻ പറ്റണം. പിന്നെ സ്റ്റാർ സിംഗർ നടത്തണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു നമുക്ക് പ്രോഗ്രാം അവതരിപ്പിച്ചേ ചെയ്യും. ഇല്ല, പ്രോഗ്രാം നടത്തിയേ ചെയ്യുന്നു. അതായത് ഹരീഷ് മോൻ പറയുന്നത് ശരിക്കും മോന് പ്രോഗ്രാം നിങ്ങളെല്ലാവരും അവന് പ്രോഗ്രാം സംഘടിപ്പിച്ച് കൊടുക്കണമെന്നാണ് ശരിക്കും മോൻ്റെ മനസ്സിലുള്ളത് കേട്ടോ. നിങ്ങളത് മനസ്സിലാക്കി എടുക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അവന് സംഗീത കച്ചേരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ സംഗീത കച്ചേരി ഉണ്ടെങ്കിൽ അവനെ ക്ഷണിക്കണം എന്നാണ് മോൻകുട്ടൻ പറഞ്ഞത്. നിങ്ങളെല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യുകയും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവന് വേണ്ടുന്ന അവസരങ്ങൾ കൊടുക്കാൻ പറ്റുന്നവർ അവനായി നൽകുകയും വേണം. തൽക്കാലം ഞങ്ങൾ ഈ ഇൻ്റർവ്യൂ നിർത്തുകയാണ്. ഇനി നല്ലൊരു ഇൻ്റർവ്യൂവുമായി ഞാൻ ഹരീഷ് ബാബുവിനെ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരും. നിങ്ങളുടെ ഒരു സ്നേഹവും സപ്പോർട്ടും എപ്പോഴും അവനോടൊപ്പം ഉണ്ടാകണം. ഹരീഷ്.